Hi friends, welcome to Codereka. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്ട്രിങ്സ് ആണ്. അപ്പോൾ സ്ട്രിങ്സിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ജാവയിൽ നമുക്ക് പ്രിമിറ്റീവും ഉണ്ട് നോൺ പ്രിമിറ്റീവും ഉണ്ട്. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് വാല്യൂസിനെ ഹോൾഡ് ചെയ്തിട്ട് ഒരു ഫിക്സഡ് മെമ്മറി സൈസ് ഒക്യുപ്പൈ ചെയ്യും. അതിനാണ് നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൻ്റെ എക്സാമ്പിളാണ് ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ് പോയിന്റ്, ബൂളിയൻ, ക്യാരക്ടർ. ഇതൊക്കെ ഇപ്പോൾ ഇൻറ്റിജറിനകത്ത് വരുന്നതാണ് ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റിൽ നമുക്ക് ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്. ബൂളിയൻ നമുക്കറിയാം ട്രൂ ഓർ ഫോൾസോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ സിംഗിൾ യൂണിക്കോഡ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇപ്പോൾ CD അങ്ങനെ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് വരുന്നത് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിലാണ്. നോൺ പ്രിമിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റെഫറൻസ് ടൈപ്പ് എന്ന് വേറൊരു പേരുണ്ട്. അത് ഡയറക്റ്റായിട്ട് വാല്യൂ ഹോൾഡ് ചെയ്യുന്നതല്ല. അതായത് അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റുകളെ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു ഡൈനാമിക് സൈസിങ് പോസിബിൾ ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് ക്ലാസസ്, ഇൻ്റർഫേസ്, അറേ, സ്ട്രിങ്. ഇതെല്ലാം നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവിൻ്റെയും വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പാണ്. അത് അതിൻ്റെ റെഫറൻസസ് ഒബ്ജക്റ്റുകളിൽ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ഇതിൻ്റെ കോമൺ കാര്യങ്ങളാണ്. അപ്പോൾ സ്ട്രിങ് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞു. കാരണം എന്താണ്, അതിൻ്റെ സൈസ് ഫിക്സഡ് അല്ല. അപ്പോൾ പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു സ്ട്രിങ് എഴുതണമെങ്കിൽ ഇപ്പം നമ്മൾ ക്യാർ C ഈക്വൽ ടു നമുക്ക് കൊടുക്കാം C O. അപ്പം നമുക്ക് കോഡ് യുറേക്കാന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് കൊടുക്കുക, D. ഓക്കെ, ഞാനപ്പോൾ ഒരു ക്യാരക്ടേഴ്സ് ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഒരു അറയിൽ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കിതൊരു സ്ട്രിങ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രിങ് S ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ഓഫ് C എന്ന് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് പ്രിൻ്റ് ചെയ്യുമ്പോൾ S ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. ഇവിടെ ഒരു സെമിക്കോളം കൊടുത്തില്ല, അതാണ് എറർ കാണിക്കുന്നത്. അപ്പം ഞാനിത് റൺ ചെയ്യുമ്പോൾ എനിക്ക് കോഡ് യുറേക്കാന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാനിവിടെ എന്താണ് ഒരു ക്യാരക്ടേഴ്സ് ഒരു സീക്വൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് പറയാം സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്ന്. അപ്പം നമുക്കിതിങ്ങനെ കൊടുത്തിട്ട് ഈ സ്ട്രിങ് ഒബ്ജക്റ്റിനകത്തോട്ട് ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ എഴുതുന്നതും ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ് സ്ട്രിങ് S1 ഈക്വൽ ടു കോഡ് യുറേക്ക. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതും സെയിം ആണ്. ഇത് ഞാൻ റൺ ചെയ്യുമ്പോൾ കോഡ് യുറേക്കാന്ന് തന്നെ വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സ്ട്രിങ്ങിനെ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്ന് പറയാം. അതിനെ നമുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുത്താലും കറക്റ്റാണ്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ക്ലാസ് ഉണ്ട്. അതായത് യൂസർ ഡിഫൈൻഡ് ക്ലാസ്സും ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ക്ലാസ്സും ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവയിൽ ഓൾറെഡി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് കുറേ വേരിയബിളും മെത്തഡും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതെടുത്ത് യൂസ് ചെയ്യാം. അതാണ് പ്രീ ഡിഫൈൻഡ് ക്ലാസ്. യൂസർ ഡിഫൈൻഡ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനാണ് യൂസർ ഡിഫൈൻഡ് ക്ലാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ അതായത് ഈ സ്ട്രിങ് EX ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സാണ് അല്ലേ. ഇത് ജാവ ക്രിയേറ്റ് ചെയ്തല്ല, ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇത് മൗസ് ഓവർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണിക്കും അതായത് ഈ പാക്കേജിൻ്റെ അണ്ടറിലാണ് വരുന്നത് കോം പാക്കേജ് ടെസ്റ്റ്. ഇത് അപ്പോൾ കോം പാക്കേജ് ഡോട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ അകത്താണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു യൂസർ ഡിഫൈൻഡ് ക്ലാസ് ആണ്. ഇതിനകത്ത് എന്തൊക്കെ മെത്തഡും കാര്യങ്ങളും വേണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും, ശരിയല്ലേ. അതുപോലെ പ്രീ ഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്. അതായത് ജാവയിൽ ഓൾറെഡി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന മെത്തഡും കാര്യങ്ങളും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളിതായി സ്ട്രിങ്ങിൻ്റെ അവിടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇത് ഏത് പാക്കേജിലാണ് വരുന്നത്, java.lang.string. ഓക്കെ, ഈ പാക്കേജിലാണ് വരുന്നത്. ഇനി ഇത് നമ്മളിവിടെ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സിലേക്ക് പോകും. അതായത് കണ്ടോ സ്ട്രിങ് ഡോട്ട് ക്ലാസ് ഇതിനകത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഈ പാക്കേജിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ പിന്നെ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതുകൊണ്ട് അതായത് സ്ട്രിങ് ക്ലാസ് എന്ന് പറയുന്നത് ഫൈനലാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം സ്ട്രിങ് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ്, പക്ഷേ അത് ഫൈനലായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രിങ് ക്ലാസ് ഫൈനൽ എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക, സ്ട്രിങ് ക്ലാസ് ഫൈനലാണ്. ഇനി
സ്ട്രിങ്ങിൻ്റെ പാരൻ്റ് ക്ലാസ് എന്താണ്? അപ്പോൾ ഈ പോയിന്റ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ജാവയിൽ എല്ലാത്തിൻ്റെയും പാരൻ്റ് ക്ലാസ് എന്താണെന്ന് ചോദിക്കും. മിക്ക ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ മിക്കവർക്കും അറിയില്ല ജാവയിലെ പാരൻ്റ് ക്ലാസ്, എല്ലാത്തിൻ്റെയും പാരൻ്റ് ക്ലാസ് എന്താണെന്ന്. ഒബ്ജക്റ്റ് ആണ് എല്ലാ ക്ലാസ്സുകളുടെയും പാരൻ്റ് ക്ലാസ്. സ്ട്രിങ്ങിൻ്റെ പാരൻ്റ് ക്ലാസ് എന്ന് പറയുന്നതും ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സ്ട്രിങ് ഇൻഹെറിറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഒബ്ജക്റ്റ് ക്ലാസ്സിനെ. അതുപോലെ ഇത് ഏതെങ്കിലും ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ഇൻ്റർഫേസുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് സീരിയലൈസബിൾ, കമ്പയറബിൾ, അതുപോലെ തന്നെ ക്യാർ സീക്വൻസ്, ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ട്രിങ് ക്ലാസ്സിൻ്റെ പാരൻ്റ് ക്ലാസ് എന്താണ്? സ്ട്രിങ് ക്ലാസ് ഫൈനൽ ആയിരിക്കും. അതിൻ്റെ പാരൻ്റ് ക്ലാസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. കുറച്ച് ഇൻ്റർഫേസുകൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇതൊരു ക്ലാസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളിത് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും മെത്തേഡുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മളെങ്ങനെയാണ്, ഇപ്പോൾ വേറൊരു മെത്തേഡിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ നമ്മൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ വിളിക്കും. അപ്പോൾ ഈ സ്ട്രിങ് ക്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ് അല്ലേ. ഇപ്പോൾ ഇതൊരു ക്ലാസ് ആണെന്ന് പറഞ്ഞു, പ്രീ ഡിഫൈൻഡ് ആയിക്കോട്ടെ യൂസർ ഡിഫൈൻഡ് ആയിക്കോട്ടെ. സ്ട്രിങ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. തീർച്ചയായും സ്ട്രിങ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത് അല്ലേ. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാൻ ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഇതിങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. എന്നിട്ട് നമുക്ക് ആ ക്യാരക്ടർ സീക്വൻസിനെ അതിനകത്ത് പാസ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിമിറ്റീവ് പറഞ്ഞു, നോൺ പ്രിമിറ്റീവ് പറഞ്ഞു, പിന്നെ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അതായത് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്ട്രിങ് കൊടുക്കുന്നതിന് സെയിം ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ ഏതൊക്കെ രീതികളുണ്ടെന്ന് ഓൾറെഡി 2 രീതികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് നമ്മളൊരു ക്യാരക്ടർ സീക്വൻസ് ആയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പാസ് ചെയ്യാം, ഇതൊരു വഴിയാണ്. ഡയറക്റ്റ് സ്ട്രിങ് എസ് ഈക്വൽ ടു നമുക്ക് ആ സ്ട്രിങ് ലിറ്ററൽ എന്താണോ അത് പാസ് ചെയ്യാം, അതൊരു വഴിയാണ്. ഓക്കെ, അപ്പോൾ 2 എണ്ണം പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ് ബഫർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രിങ് ബിൽഡറും യൂസ് ചെയ്യാം. അപ്പോൾ സ്ട്രിങ് ബഫർ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് സ്ട്രിങ് ഇതാ ഇവിടെ കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ കാണാം സ്ട്രിങ് ബഫർ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും വേരിയബിൾ ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ബഫർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇതുപോലെ തന്നെ സ്ട്രിങ് ബിൽഡറും ഉണ്ട്. സ്ട്രിങ് ബിൽഡറും സെയിം ആണ്. ഇവിടെ കൺട്രോൾ സ്പേസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് ബിൽഡർ കിട്ടും. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ബിൽഡർ ഈക്വൽ ടു സ്ട്രിങ് ബിൽഡർ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ 3 വഴികളാണ്. ഒന്ന് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പറ്റും ഈ 2 രീതിയിൽ. അതുപോലെ തന്നെ സ്ട്രിങ് ബഫർ, സ്ട്രിങ് ബിൽഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് പറഞ്ഞു, അതായത് ഇൻറ്റ്, ഫ്ലോട്ട്, ബൂളിയൻ, ക്യാരക്ടർ, ഇതൊക്കെയാണ് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ്. അത് ഫിക്സഡ് സൈസ് ആയിരിക്കും. നോൺ പ്രിമിറ്റീവിൻ്റെ എക്സാമ്പിളാണ് ക്ലാസസ്, ഇൻ്റർഫേസ്, അറേ സ്ട്രിങ്. ഇതെല്ലാം ഡൈനാമിക് സൈസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യാം, അതായത് സ്ട്രിങ് വെച്ച് പറ്റും, അതാണ് ഈ 2 രീതിയിൽ ചെയ്തത്. അതുപോലെ തന്നെ സ്ട്രിങ് ബഫർ, സ്ട്രിങ് ബിൽഡർ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സ്ട്രിങ് ക്ലാസ് എന്തുകൊണ്ടാണ് അത് ഫൈനലായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഫൈനലായിട്ട് എന്തുകൊണ്ടാണ് അതിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അതുപോലെ ബേസിക് ആയിട്ടുള്ള സ്ട്രിങ് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, അതൊക്കെ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.